നമസ്കാരം. മല്ലൂസ് ബില്ലൂസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹാർദവമായ സ്വാഗതം. ഇന്ന് നമ്മൾ പോകുന്നത് ഖത്തറിൽ ആര് കാലുകുത്തി കഴിഞ്ഞാലും ഒരിക്കലും മിസ് ചെയ്യാത്തതായിട്ടുള്ളൊരു സ്ഥലമുണ്ട്, പ്രത്യേകിച്ച് എന്നെപ്പോലെയുള്ള ഭക്ഷണപ്രേമികൾ. ദോഹ കോർണിഷിനടുത്തുള്ള സൂക്ക് വാക്കിഫിനകത്തുള്ള വളരെ ഫേമസ് ആയിട്ടുള്ളൊരു സീ ഫുഡ് റെസ്റ്റോറൻറ്റിലാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഒത്തിരിയേറെ സെലിബ്രിറ്റീസ് വിസിറ്റ് ചെയ്തിട്ടുള്ള ഒരു റെസ്റ്റോറൻറ്റാണത്. ആദ്യം നമുക്ക് വണ്ടി പാർക്ക് ചെയ്യാം. നമ്മൾ നോർത്തേൺ സൂക്ക് വാക്കിഫിൻ്റെ പാർക്കിങ്ങിലാണ് ഇപ്പോൾ, അകത്തോട്ടാണ് കയറിയിരിക്കുന്നത്. ആക്ച്വലി ഇവിടുത്തെ പാർക്കിങ്ങിനെ കുറിച്ച് പോലുമൊക്കെ പറയേണ്ടിയിരിക്കുന്നു. ഖത്തർ മറ്റ് പല രാജ്യങ്ങൾക്കും മാതൃകയാണെന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. കാരണം ആക്ച്വലി ഇവിടുത്തെ പാർക്കിങ്ങുകളെല്ലാം ഭൂമിക്ക് അടിയിലായിട്ടാണ് നമുക്ക് കാണാൻ പറ്റുക. അതൊക്കെ കൊണ്ട് തന്നെ മാക്സിമം ട്രാഫിക് നമുക്ക് കുറയ്ക്കാനായിട്ട് പറ്റും. അത് മാത്രമല്ല മാക്സിമം സ്പേസ് അവർ യൂട്ടിലൈസ് ചെയ്യുന്നുണ്ട്. അതൊക്കെ കാരണം ടൂറിസ്റ്റുകൾക്കൊക്കെ ആണെന്നുണ്ടെങ്കിലും നല്ല വിശാലമായ സൗകര്യങ്ങൾ ലഭ്യമാകുന്നുണ്ട്. മറ്റൊരു ഇമ്പോർട്ടൻ്റ് കാര്യം പറയാനുള്ളതെന്ന് പറയുമ്പോൾ, നമ്മൾ ഓൾറെഡി അറിയാമല്ലോ, നമ്മളിപ്പോൾ അണ്ടർഗ്രൗണ്ട് പാർക്കിങ്ങിലാണ്. പക്ഷേ നമ്മുടെ പാർക്കിങ്ങിൻ്റെ അടിയിൽ കൂടെ മെട്രോ കടന്നു പോകുന്നുണ്ട്. എന്താ സെറ്റപ്പ് അല്ലേ! നമുക്ക് ശരിക്കും പറഞ്ഞാൽ അങ്ങനൊരു ഫീൽ പോലും കിട്ടില്ല. അതാണ് ഏറ്റവും വലിയ സത്യം. അങ്ങനെ നമ്മളെ വണ്ടി പാർക്ക് ചെയ്തു, നമ്മൾ നടക്കുകയാണ്. നമ്മുടെ സാവിയുടെ 2 കസിൻസ് ഖത്തറിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അവരും നമ്മളോടൊപ്പം ഇന്ന് ജോയിൻ ചെയ്യുന്നുണ്ട്. ഇന്ന് ഒത്തിരി യാത്രകൾ ചെയ്തിട്ട് ടയർഡായിരിക്കുകയാണ് എല്ലാവരും. അപ്പോൾ ഒന്ന് അവിടെ എത്തിക്കിട്ടിരുന്നെങ്കിൽ നമുക്ക് ഒന്ന് വെട്ടി വിഴുങ്ങായിരുന്നു. അൽഫിനാർ മോസ്ക് നമുക്ക് കാണാം. നമ്മൾ അതിൻ്റെ സൈഡിലായിട്ടാണ് ഇപ്പോൾ പോകേണ്ടത്. ഞാൻ നേരത്തെ പറഞ്ഞില്ല, അവിടെ പാർക്കിംഗ് അണ്ടർഗ്രൗണ്ടിലായതുകൊണ്ട് ആക്ച്വലി ഈ സ്പേസിൽ ഫ്രീ ആയിട്ടിരിപ്പുണ്ട്. നമുക്കിപ്പോൾ കാണാൻ പറ്റുന്നുണ്ട്, ഒരു ഗ്രൗണ്ട് പോലെ കിടപ്പുണ്ട്. അതുപോലെ തന്നെ സൗണ്ട് പൊല്യൂഷൻസും കാര്യങ്ങളൊന്നും ഇല്ല താനും. ശരിക്കും റെസ്റ്റോറൻറ്റ് പേര് നമ്മൾ പറയാൻ വിട്ടുമായിരുന്നു. ദനത്ത് അൽ ബഹാർ BBQ ഫിഷ് എന്നാണ് ഈ റെസ്റ്റോറൻറ്റ് പേര്. ഈ റെസ്റ്റോറൻറ്റിന് ടോട്ടൽ 2 ബ്രാഞ്ചുകളാണ് ഖത്തറിലുള്ളത്. ഒന്ന് നമ്മുടെ സൂക്ക് വാക്കിഫിലും 2 വക്ര സൂക്കിലുമാണ്. പക്ഷേ താരതമ്യേന ഇവിടെയാണ് ഏറ്റവും കൂടുതൽ തിരക്ക് അനുഭവപ്പെടുന്നത് എന്നാണ് അവിടെ അന്വേഷിച്ച് പറയാൻ കഴിഞ്ഞത്. ഇപ്പോൾ കഴിക്കാൻ പറ്റിയ എന്താണെങ്കിലും കയ്യിൽ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അത് ഒന്നും നോക്കാണ്ട് കഴിക്കാൻ പറ്റിയ ഒരു മാനസികാവസ്ഥയിലാണ്. അത്രയ്ക്ക് നല്ല വിശപ്പുണ്ട്. അതിൽ ഡീറ്റെയിൽ ആയിട്ട് എനിക്ക് ഫുഡിൻ്റെ വീഡിയോ കാണിച്ചു തരാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. ഹായ് കാണിച്ചു. നമ്മുടെ വിധിന് വിശന്നിട്ടാണോ അതോ സന്തോഷം കൊണ്ടാണോ എന്നറിയില്ല, ഇംഗ്ലീഷൊക്കെ സംസാരിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. നമ്മൾ ഏകദേശം അടുത്തെത്തിയിട്ടുണ്ടെന്നാണ് അറിയുന്നത്. ഏകദേശമല്ല, അടുത്ത് ശരിക്കും നമ്മൾ എത്തിയിട്ടുണ്ട്. യെസ്, ഇതാണ് ദനത്ത് അൽ ബഹാർ BBQ ഫിഷ്. ഒരു പ്രാവശ്യം ഇവിടെ വന്ന് ഫുഡ് കഴിച്ചവർ അടുത്ത പ്രാവശ്യം ഖത്തറിൽ വരികയാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് പോകുന്ന ഡെസ്റ്റിനേഷൻ ഇതെന്നാണ് ഖത്തറിലുള്ളൊരു ഫ്രണ്ട്സ് പറഞ്ഞിരിക്കുന്നത്. അത്രയ്ക്ക് പൊളി സ്ഥലത്താണ് നമ്മൾ വന്നിരിക്കുന്നത്. വരാൻ ഭാഗ്യം കിട്ടിയതിൽ ഭയങ്കര സന്തോഷം. വാവ്, പൊളി ആംബിയൻസ് എന്നല്ല, പൊളി ആംബിയൻസാണ് ഇതിനകത്ത് കയറിയപ്പോൾ. നമ്മളിപ്പോൾ കാണുന്ന മരമില്ലേ, ആക്ച്വലി ഈ മരത്തിന് ഏകദേശം 55 വർഷം പഴക്കമുണ്ട്. ഇപ്പോൾ ഇത് റെസ്റ്റോറൻ്റ് ആണെങ്കിലും പണ്ട് ഇത് 2 നില വീടായിരുന്നു. ഇവിടെ ഡിസ്പ്ലേക്കായിട്ട് വിവിധ ഇനം പല രാജ്യങ്ങളിൽ നിന്നും വന്നിരിക്കുന്ന മീനുകൾ വച്ചിട്ടുണ്ട്. ഇതിൽ നിന്നും നമുക്കിഷ്ടപ്പെട്ടത് ഏതാണോ, പല വലിപ്പത്തിലുണ്ട്, പല രൂപത്തിലുണ്ട്, ഏതാണോ ഇഷ്ടപ്പെട്ടത് നമ്മളവരോട് പറയുകയാണെന്നുണ്ടെങ്കിൽ അവർ നമുക്ക് കുക്ക് ചെയ്ത് റെഡിയാക്കി തരുന്നതായിരിക്കും. അങ്ങനെ ചൂടേറിയ ചർച്ചകളൊക്കെ നടക്കുന്നുണ്ട്, ഏത് ചൂസ് ചെയ്യാമെന്നും പറഞ്ഞിട്ട്. ഇവിടെ ഒരു മെനു ബോർഡ് വച്ചിട്ടുണ്ട്. നമുക്ക് ഇത് കിലോ കണക്കിലാണ് ഇത് റേറ്റ് അവർ ചാർജ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ എല്ലാ ടൈപ്പ് ഫേമസ് ആയിട്ടുള്ള ഫിഷസ് ഇവിടെ കിട്ടും. സീബ്രാസ് ഉണ്ട്, സീ ബ്രീമുണ്ട്, സ്നാപ്പേഴ്സ് ഉണ്ട്, ഹമ്മുറുണ്ട്, മീൻസ് എല്ലാം കിട്ടും. പ്രൈസസ് ആണെന്നുണ്ടെങ്കിൽ പ്രതീക്ഷിച്ച പോലെ അത്ര വലിയ പ്രൈസസ് ഒന്നും ഒരിക്കലും പറയാൻ പറ്റില്ല, ഓക്കെയാണ്. പഴമ നിലനിർത്തിക്കൊണ്ടുള്ള ഇൻറ്റീരിയർ വർക്ക്സൊക്കെയാണ് ചെയ്തിരിക്കുന്നത്. അതോടൊക്കെ തന്നെ ആംബിയൻസ് നേരത്തെ പറഞ്ഞാൽ ഒരു രക്ഷയില്ല കേട്ടോ. നമുക്കിനി ഒട്ടും സമയം കളയാനില്ല, നമുക്ക് മേലോട്ട് പോകാം.
അത്യാവശ്യം നല്ല തിരക്ക് തന്നെയുണ്ട്. പിന്നെ മറ്റ് പല രാജ്യക്കാരുണ്ട്. അപ്പം മലയാളീസും നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് ഇവിടെ. അങ്ങനെ നമ്മൾ ഇരിക്കാനുള്ള ഇരിപ്പിടം കണ്ടെത്തിയിരിക്കുകയാണ്. പുറത്തൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല കിടിലം വ്യൂസാണ്. പ്രത്യേകിച്ച് അൽഫ്നാന മോസ്കും കണ്ടുകൊണ്ട് ഗ്രിൽഡ് ഫിഷൊക്കെ കഴിക്കാൻ അവിടുന്ന് പറ്റും എന്നൊരിക്കലും പ്രതീക്ഷിച്ചില്ല. എനിവേ അടിപൊളിയാണ്. സാവിയോ, വിജേഷ്, രൂപേഷ്, പിന്നെ സാവിയുടെ ഒരു കസിന്, ഒരു 4 പേരാണ് അപ്പുറത്തെ ടേബിളിരിക്കുന്നത്. എന്നാലും നമ്മൾ തീറ്റ മത്സരമൊന്നും നടത്താൻ പോകുന്നില്ല. അങ്ങനെ നമ്മളെ കാത്തിരുന്ന അസുലഭ നിമിഷം വന്നെത്തിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ. എത്രയും പെട്ടെന്ന് കഴിക്കണം. അതുകൊണ്ട് തന്നെ വീഡിയോയ്ക്ക് വലിയ ഇമ്പോർട്ടൻസ് ഞാൻ കൊടുക്കുന്നില്ല. നമ്മൾ മന്തി റൈസിനോടൊപ്പം ഓർഡർ ചെയ്തിരിക്കുന്നത് സീബ്രാസ്, സീബ്രീം, റെഡ് സ്നാപ്പർ, പിന്നെ കിങ് ഫിഷ്, സാൽമൺ ഇതൊക്കെയാണ്. ഇവിടെ ഉള്ളതിൽ വച്ചിട്ട് അത്യാവശ്യം നല്ല വലിപ്പമുള്ള ഫിഷസൊക്കെ തന്നെയാണ് നമ്മൾ ചൂസ് ചെയ്തിരിക്കുന്നത്. സത്യം പറയുന്നതൊരു അമേസിങ് എക്സ്പീരിയൻസ് ആണ്. എന്ന് പറയുമ്പോൾ ഈ ഫിഷസ് എന്ന് പറയുമ്പോൾ പഞ്ഞി പോലെ ഇരിക്കുക, അത്രയ്ക്കും സോഫ്റ്റാണ്. പിന്നെ ഫുഡ് റിവ്യൂ ഒന്നും ചെയ്യാൻ സമയമില്ല, അത്രയ്ക്കും കൊതിയായിരിക്കുക. ഇനി കഴിച്ചിട്ട് വന്നിട്ട് കാണാം. ടാറ്റാ. വളരെ മനോഹരമായിരുന്നു ഈ യാത്രകൾ. ഒരു യാത്ര ഞാൻ പ്രതീക്ഷിച്ചിരുന്നില്ല. എന്നെ നല്ലൊരു സ്ഥലത്താണ് എത്തിച്ചിരിക്കുന്നത്. തീർച്ചയായിട്ടും. ഇപ്പോൾ നമ്മൾ സംസാരിച്ചത് സാവിയുടെ കസിൻ വിഷ്ണു ആണ്. ഈ ഒരു സ്പോട്ടിലോട്ട് വരാനായിട്ടുള്ള കാരണക്കാരെന്ന് പറയുമ്പോൾ അവരൊക്കെ തന്നെയാണ്, വിഷ്ണുവൊക്കെ തന്നെയാണ്. അപ്പോൾ അവരോട് നന്ദി ഞാൻ അർപ്പിക്കുന്നു. സത്യത്തിൽ നമ്മൾ കഴിച്ച ഫുഡിനെയൊക്കെ കുറിച്ച് നല്ലൊരു റിവ്യൂ ചെയ്യണമെന്ന് എനിക്കുണ്ടായിരുന്നു. ഞാൻ എന്താ പറയുക, ഫുഡ് കണ്ടപ്പോൾ തന്നെ നമ്മുടെ ഗ്രിൽഡ് ഫിഷ്, പിന്നെ അത് കൊണ്ട് വച്ചേക്കുന്ന അതാണ് ആ ഒരു കാഴ്ച കാണുമ്പോൾ, അല്ലാന്നുണ്ടെങ്കിൽ അത് മാത്രമല്ല അതിൻ്റെ മണം കൂടെ വന്നപ്പോഴത്തേക്കുണ്ടല്ലോ എൻ്റെ കൺട്രോൾ അങ്ങ് പോയി. ഒന്നാമത് ഞാൻ ഫുഡിൻ്റെ കാര്യത്തിൽ ഭയങ്കര കൊതി പിടിച്ചിട്ട് നടക്കുന്ന ഒരാളാണ്. അപ്പോൾ ഇവരെ കണ്ടപ്പോഴത്തേക്ക് എൻ്റെ കിളി പോയതുകൊണ്ടാണ് പിന്നെ ഞാൻ എന്ത് ചെയ്തില്ല ചെയ്യാതിരുന്നത്. എന്തായാലും ഖത്തറിലെ ഫേമസ് ആയിട്ടുള്ള മറ്റൊരു സ്പോട്ടൂടെ കവർ ചെയ്യാൻ പറ്റിയതിൽ ഭയങ്കര സന്തോഷം. ഖത്തറിലെ യാത്ര വീണ്ടും തുടരുന്നതാണ്. പുതിയ വീഡിയോ വരുന്നതായിരിക്കും. ബൈ.